എംആർക്ക് TVS ടു-വീലർ ഷോറൂം കാസർഗോഡ് ചെമ്മനാട്ട് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പ്രവർത്തനം ആരംഭിക്കും. 1970 മുതൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപാര മേഖലയിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന KGT ആൻഡ് KE കമ്പനി ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ വ്യാപാര ശൃംഖലയിലേക്ക് തിലകക്കുറിയായാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ TVS ടു-വീലർ ഷോറൂം ചെമ്മനാട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. 1970 മുതൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപാര മേഖലയിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന KGT ആൻഡ് KE കമ്പനി ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ വ്യാപാര ശൃംഖലയിലേക്ക് തിലകക്കുറിയായി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ TVS ടു-വീലർ ഷോറൂമായ എംആർക്ക് TVS ടു-വീലർ ഷോറൂം കാസർഗോഡ് ചെമ്മനാട്ട് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പ്രവർത്തനം ആരംഭിക്കും. സയ്യിദ് അലി തങ്ങൾ കുമ്പോലിൻ്റെ സാന്നിധ്യത്തിൽ ഉദ്ഘാടന ചടങ്ങിന് തുടക്കം കുറിക്കുമെന്ന് എംആർക്ക് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TVS മോട്ടോർ കമ്പനി ലിമിറ്റഡ് കേരള ഓപ്പറേഷൻസ് ഹെഡ് പ്രസാദ് കൃഷ്ണ ഷോറൂം ഉദ്ഘാടനം ചെയ്യും. കേരള സർവീസ് മാനേജർ ഗോവി മഹാലിംഗം, പാർട്സ് മാനേജർ കുലശേഖരൻ, ടെറിറ്റോറി സെയിൽസ് മാനേജർ ധീരജ് സുധീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. കൂടാതെ ജില്ലയിലെ MLA മാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ജനപ്രതിനിധികൾ, വാർഡ് മെമ്പർ, വ്യാപാര മേഖലയിലെ നേതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിക്കും. 1970 മുതൽ ACC സിമന്റ് കമ്പനിയുടെ ജില്ലയിലെ മുഖ്യ വിതരണക്കാരായി പ്രവർത്തനമാരംഭിച്ച KGT ആൻഡ് KE കമ്പനി വൈവിധ്യവൽക്കരണത്തിലൂടെ സിമന്റ് വിതരണത്തിനൊപ്പം നിർമ്മാണ മേഖലയിൽ ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ വിതരണവും അപ്ലയൻസസ് വിതരണം, വാഹനങ്ങളുടെ ബാറ്ററികൾ, വാഹനങ്ങൾക്കുള്ള എൻജിൻ ഓയിൽ, LPG ഗ്യാസ് തുടങ്ങി ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ ചാനൽ പാർട്ട്ണറായി പ്രവർത്തിക്കുകയാണ്. വിവിധ കമ്പനികളിൽ നിന്നും കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ടറി അവാർഡുകൾ ഉൾപ്പെടെ വിതരണ മികവിനും മികച്ച സർവീസുകൾക്കും അവാർഡുകളും ആദരവുകളും കരസ്ഥമാക്കുവാൻ KGT ആൻഡ് KE കമ്പനി സ്ഥാപനങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. TVS ടു-വീലർ കമ്പനിയുടെ ഏറ്റവും വിശാലമായ ഷോറൂം എന്നതിലുപരി ജില്ലയിലെ മെയിൻ ഡീലർ എന്ന നിലയിലും വിശാലമായ ഷോറൂം, വിശാലമായ പാർക്കിംഗ്, മികച്ച സെലക്ഷൻ സൗകര്യം, ഉന്നത നിലവാരമുള്ള സ്പെയർ പാർട്സ്, അതിനൂതനമായ സ്മാർട്ട് സർവീസ് സെന്റർ, കൂടാതെ TVS കമ്പനിയിൽ നിന്നും പരിശീലനം ലഭിച്ച വിദഗ്ധരായ മെക്കാനിക്കുകൾ എന്നിവരുടെ സേവനം എംആർക്ക് TVS ടു-വീലർ ഷോറൂമിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. എംആർക്ക് TVS എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന ഷോറൂമാണ്. നമ്മൾ ഇങ്ങനെ ഒരു ഷോറൂം, ഇങ്ങനൊരു ഡീലർഷിപ്പ് ആരംഭിച്ചത് വെറും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല സേവനം കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം ഇരുചക്ര വാഹനങ്ങൾ ഒരുപാടുണ്ട്, കമ്പനീസ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളത് ഏറ്റവും എന്താ പറയുക, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു ഷോറൂം തന്നെയാണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇപ്പം സെയിൽസിന്റെ സ്റ്റാഫ് ആണെങ്കിലും, സർവീസിന്റെ ആണെങ്കിലും, സ്പെയർ പാർട്സ് ആണെങ്കിലും എല്ലാവരും TVSന്റെ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയിട്ട് നമ്മൾ നിങ്ങൾക്കായി വെക്കേഷൻ ചെയ്യുന്നതാണ്. അപ്പം പിന്നെ ഇരുചക്ര വാഹന രംഗത്ത് TVS എന്ന് വെച്ചാൽ ഇപ്പൊ കാസർഗോഡിന്റെ കാര്യം പറഞ്ഞെങ്കിൽ, കാസർഗോഡ് ഒരു 100 ഇരുചക്ര വാഹനം നോക്കുമ്പോൾ അതിൽ 40 TVSന്റെയാണ്. അതാണ് TVSന്റെ വളർച്ച എന്ന് പറയുന്നത്. TVS ഇന്ന് ഒരുപാട് എന്താ പറയുന്നത്, ഇന്ത്യയിൽ ഒരുപാട് ഉയരങ്ങളിലെത്തിയ ഒരു ഇരുചക്ര നിർമ്മാതാക്കളാണ്. അപ്പം അങ്ങനെ ഒരു TVSന്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് എംആർക്ക് നമ്മളെ ഈ ബിസിനസ്സിന് നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട്. പിന്നെ ജെനുവിൻ പാർട്സ്, പിന്നെ ഏറ്റവും നല്ല സർവീസ്, ഏറ്റവും നല്ല സൗകര്യങ്ങൾ, അതുപോലെ തന്നെ പാർക്കിംഗ്. ഇന്ന് നമുക്ക് എവിടെ പോയാലും പ്രശ്നം പാർക്കിംഗ് ആണ്. അപ്പൊ നമ്മൾ വിശാലമായ ഏറ്റവും നല്ല രീതിയിൽ എല്ലാ സൗകര്യങ്ങളും കൂടി, സെക്യൂരിറ്റി, എല്ലാവിധ സൗകര്യങ്ങളും കൂടിയുള്ള ഒരു പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എംആർക്ക് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രസിഡന്റ് അബ്ദുൽ സലീം മുണ്ടാങ്കുലം, ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടാങ്കുലം, മാനേജിംഗ് ഡയറക്ടർ മൊയ്തീൻ മിഥിലാജിയം, KGT ആൻഡ് KE ഗ്രൂപ്പ് ഓപ്പറേഷൻസ് ഹെഡ് ശ്രീധരൻ C, എംആർക്ക് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സഫ്രുദ്ദീൻ S ചെമ്മനാട്, എംആർക്ക് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചീഫ് അഡ്വൈസർ ഗോപാലകൃഷ്ണൻ, എംആർക്ക് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ പ്രവിഷ് വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.